എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ടൊരു തീയലാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് തേങ്ങ വറക്കാം. അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 കപ്പ് തേങ്ങ ചിരിയത് ഇടുക. തേങ്ങ ഒന്ന് ചതച്ചിട്ടാൽ വറക്കുമ്പോൾ ഒരുപോലെ വറക്കാൻ കഴിയും. പിന്നെ കുറച്ച് കറിവേപ്പില, 5 വറ്റൽമുളക്, 8 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകും വരെ വറക്കുക. വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് 1 മിനിറ്റ് കൂടെ മൂപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. പാത്രത്തിൻ്റെ ചൂട് കണ്ട് തേങ്ങ കരിയാതിരിക്കാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം 1 മിനിറ്റ് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ചേന വേവിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1/2 കിലോ ചേന അല്പം വലിപ്പത്തിലരിഞ്ഞ് നന്നായിട്ട് കഴുകി ഇടുക. ചേന വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്ക് ചേന വെന്തോ എന്ന് നോക്കാൻ മറക്കരുത്. പല ചേനയ്ക്ക് പല വേവായതുകൊണ്ട് വെന്തു കൊഴിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചേന വെന്താലുടൻ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 15 ചെറിയ ഉള്ളി 2ആയി കീറിയത്, 3 വറ്റൽമുളക്, 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സവാള ചേർത്താലും മതി. ഉള്ളി നന്നായി വഴണ്ട് കഴിയുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചേന കൂടിയിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ച് ചേനയിൽ ചേർക്കുക. പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കാം. പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടി വേവിക്കുക. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.